ചേട്ടൻ എന്താ മീശ ഇല്ലാത്ത? മീശ ഉണ്ടല്ലോ. ഈ മീശ അല്ല, ഇത് കുഞ്ഞു മീശ. ഞാൻ ചോദിച്ചത് എന്താ വലിയ മീശ ഇല്ലാത്തേന്ന്. കൊമ്പൻ മീശ വരും, സമയമുണ്ടല്ലോടി. ഇനി സമയമുണ്ടെന്നാ? ചേട്ടൻ ഇത്രയും വയസ്സായില്ലേ, എന്നിട്ടും എന്താ വലിയ മീശ വരാത്ത? കുഞ്ഞുപപ്പിയുടെ ഒരു ചേട്ടനുണ്ട്, കേശവനേക്കാളും പ്രായം കുറവാ. പക്ഷെ ആ ചേട്ടന്റെ മീശ ആണ് എന്റെ അമ്മോ. മകളെ പാറേ, മീശയൊന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നുമല്ല. കേട്ടാ, அப்படி சொல்லக்கூடாது கேசு. பெரிய மீசை இருந்ததுன்னா எல்லாருக்கும் ஒரு பயம் இருக்கும். അതൊക്കെ പണ്ടത്തെ ആൾക്കാരുടെ ചിന്താഗതിയാണ്. അങ്ങനൊന്നുമില്ല, മീശയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കനായിട്ട് പറഞ്ഞാലും കാര്യമൊക്കെ ഉണ്ട്. കൊമ്പൻ മീശ ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി പേടി തോന്നും. ഇപ്പൊ കേശവനെ കൊണ്ട് ഒരാളെ പേടിപ്പിക്കാൻ പോവാന്ന് വിചാരിച്ചു. ചേട്ടന് കൊമ്പൻ മീശ ഇല്ലാത്ത ചേട്ടൻ ആരെ പേടിപ്പിക്കാനാ? കണ്ടിട്ട് എനിക്ക് പോലും പേടി തോന്നില്ല. മീശ വരും പോവും, അതൊന്നും വലിയ കാര്യമുള്ള കേസൊന്നുമല്ല. വന്നില്ലെങ്കിൽ എന്ത്? വന്നില്ലെങ്കിൽ വരണ്ട. മീശ ഉണ്ടോന്നല്ലോ ഇവിടെ ആരും ഫുഡ് കഴിക്കണത്. ആ വേണ്ട. അല്ലാതെ വരാത്തോണ്ടല്ല. എടി, ഞാൻ ഇത്രയും മതി എന്ന് വെച്ചിട്ടാണ്. പടവെടുത്ത അപ്പൂപ്പന് കൊമ്പൻ മീശ ഉണ്ട്, പിന്നെ നെയ്യാറ്റിങ്ങര അപ്പൂപ്പന് കൊമ്പൻ മീശ ഉണ്ട്. പക്ഷെ ചേട്ടന് മാത്രം കൊമ്പൻ മീശ ഇല്ല. கேசு, நீ வருத்தப்படாத கேசு. எங்க ஊர்ல ஒரு எண்ணெய் கிடைக்கும், அது நான் ஆர்டர் பண்ணட்டா? എന്തിനി? மீச வரத்துக்கு. എനിക്കൊന്നും വേണ്ട. ആന്റിയുടെ എണ്ണ ആന്റി കൊണ്ട് ആന്റിയുടെ തലത്തേക്ക്. അല്ല പിന്നെ കൊമ്പൻ മീശ ഉണ്ടോന്നല്ലോ ഇവിടെ ആരും റോക്കറ്റ് വിടുന്നത്. കേശട്ടാ, എന്തടി നല്ല വിഷമം ഉണ്ടല്ലേ കൊമ്പൻ മീശ ഇല്ലാത്തോണ്ട്? പോച്ചേ, ചുമ്മാ പിള്ളേരുടെ മനസ്സില് ഓരോ കാര്യങ്ങൾ കുത്തി നിറച്ചിട്ട് ഞാൻ പറയണില്ല. நான் என்ன பண்ணினேன்? കൗണ്ടർ நல்லா வரைஞ்சிருக்க நீ. പറഞ്ഞ വരണില്ലല്ലോ. വേദന അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാണ് കൊമ്പൻ വീശ? അങ്ങനെ പറയുന്നത് സെറ്റ്. ഇതിലെല്ലാം കാരണം ഈ സോഷ്യൽ മീഡിയയാണ് പിള്ളേരെ വഴിതെറ്റിക്കണം. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങനെ നിരോധിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.